ഉലമാക്കൾ കടന്നുപോയത് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഹബീബിന്റെ പരിപൂർണമായ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിയിട്ടാണ് നമ്മുടെ ഉലമാക്കൾ കടന്നുപോയത്. ഇന്നും കേരളക്കരയിൽ ജീവിച്ചിരിപ്പുള്ള മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ലം യൗകുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖിവാൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും ടേബിളിൽ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഹദീസ് കണ്ടതിന് ശേഷം ഒരിക്കൽ പോലും അത്തിപ്പറ്റ ഉസ്താദ് ടേബിളിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. കേരളത്തിലെ ഏത് പണ്ഡിതനാണിത് പറയാൻ കഴിയുന്നത്? എന്റെ സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ ടേബിളിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് ശാഠ്യം പിടിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ അനുയായികളായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ, ഇരുണ്ട മെഴുകുതിരി വെളിച്ചത്തിലൂടെ തന്റെ വീട്ടിലേക്ക് കടന്നുപോയ മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ 2 പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ട മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം പഠിക്കുമ്പോ മുസാഫറ യോഗം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തുനിന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യില് ബസിന്റെ കാശ് മാത്രമാണ് മക്കളെ ഉള്ളത്. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിലേക്ക് ദുഃഖം ഘനീഭവിച്ച മുഖവുമായി ഒരു പട്ടിണി പാവം കടന്നു വന്നപ്പോൾ തന്റെ കയ്യിലുള്ള പോക്കറ്റിലുള്ള കാശ് കൊടുത്തിട്ട് കിലോമീറ്ററുകളോളം വീട്ടിലേക്ക് കടന്നുപോയ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. എന്റെ സഹോദരങ്ങളെ, അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവചരിത്രം പഠിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് അവിടുത്തെ ജീവിതം മരുതാവനം ചെയ്തവരാണ്. മനസ്സലിഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ എന്റെ സഹോദരങ്ങളെ, ഇന്ന് ടെൻഷന്റെ ദിവസമാണ്. ഞാൻ രാവിലെ നിസ്കരിച്ചിട്ട് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞത് എന്റെ ബാപ്പാക്ക് വേണ്ടിയിട്ടല്ല, എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല. എന്റെ സഹോദരങ്ങളെ, ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന്റെ സെക്രട്ടറിയായ, ഇന്നും നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ സുഖമില്ലാതെ കേൾക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല മക്കളെ. 2 ആഴ്ച മുമ്പാണ് ഒരു മാസം മുമ്പാണ് കാഞ്ഞങ്ങാട് മുട്ടുന്തല ഉറൂസിന്റെ വന്നിട്ട് ഭക്തി നിർഭരമായ ദുആ നടത്തിയിട്ടൊരു സെക്യൂരിറ്റിയുമില്ലാതെ ഒരു കാവൽക്കാരനുമില്ലാതെ കാഞ്ഞങ്ങാട്ട് റെയിൽവേ സ്റ്റേഷനിൽ പാതിരാ സമയത്തിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞുകൊണ്ടിരുന്ന മഹാനായ ചെറുശ്ശേരി ഉസ്താദ് സുബ്ഹാനല്ലാഹ് അവിടുത്തെ ചെരുപ്പങ്ങോട്ട് നോക്കിയപ്പോൾ എന്റെ സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെ അനുയായികൾ തനിക്കുണ്ടായിട്ടോ, ആയിരക്കണക്കിന് വരുന്ന ശിഷ്യന്മാരെ തനിക്കുണ്ടായിട്ടോ, അതേ കീറിപ്പറഞ്ഞിട്ട് തുന്നുവച്ച ചെരുപ്പിട്ട മഹാനായ ചെറുശ്ശേരി ഉസ്താദ്, നിഷ്കളങ്കതയുടെ ഉടമയായ ചെറുശ്ശേരി ഉസ്താദ് ഹോസ്പിറ്റലിലാണെന്ന് കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് മനസ്സ് പൊട്ടിയിട്ട് ഉസ്താദിന് നിങ്ങൾ ദുആ ചെയ്യണേ. ഉസ്താദിന്റെ സേവനം ഇനിയും നമുക്ക് വേണം. മഹാനായ ശംസുൽ ഉലമയാണ് അവിടുത്തെ സൈനുൽ ഉലമ എന്ന് വിളിച്ചത്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയങ്കരരായ ഉസ്താദിന് പടച്ചവനെ ഞങ്ങളേറെ സ്നേഹിക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. ربنا